ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് 2010 പുറത്തിറങ്ങിയിട്ടുള്ള ദ ഡെഡ് എന്ന് പറയുന്ന ഒരു കിഡിൽ സൂംബി സിനിമയാണ്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായകനായിട്ടുള്ള ബ്രയാനെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു മരുഭൂമിയിലൂടെ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയാ എത്തിയെന്നുള്ള കഥയാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു സോംബി അയാൾക്ക് നേരെ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. പക്ഷേ വളരെ പതിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. മറ്റൊരു സോംബി വന്നപ്പോൾ പുള്ളിക്കാരൻ അതിനെ വെടിവെച്ചിട്ടു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതായത് ഈ ഒരു സോംബി ഔട്ട് ബ്രേക്ക് ഒക്കെ വന്നപ്പോൾ ആഫ്രിക്കയിലുണ്ടായിരുന്ന കുറച്ച് ആളുകളെ, അതായത് സർവൈവേഴ്സിനെയും കൊണ്ടുപോകുന്ന ആ ഒരു പ്ലെയിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ സോംബി മാറുകയാണ്. പിന്നീട് അങ്ങോട്ട് പറയണ്ടല്ലോ, എല്ലാവരും സോംബികളായി മാറുന്നു. അതിനിടയ്ക്ക് ഈ ഒരു പ്ലെയിനിൻ്റെ ഫ്യൂവൽ മൊത്തം കഴിഞ്ഞിട്ട് പൈലറ്റ്സ് ഈ ഒരു വിമാനം ഇടിച്ചിറക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഈ ഒരു വിമാനത്തിൽ നമ്മുടെ നായകനായിട്ടുള്ള ബ്രയാനും ഉണ്ടായിരുന്നു. ഇതേ സമയം ആഫ്രിക്കയിലെ മറ്റൊരു സ്ഥലത്ത് ഒരു ഗ്രാമം മൊത്തം സോംബികൾ ഇറങ്ങിയിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അമ്മയും മോനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ അകത്തേക്കും ഈ ഒരു സോംബി വന്നിട്ട് ആ ഒരു അമ്മയെ തീർത്ത് കളയുന്നു. മകനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് ഒരു ആർമി ട്രക്കിലേക്ക് കയറുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ബ്രയാനും കൂട്ടരും സഞ്ചരിച്ചിരുന്ന ആ ഒരു വിമാനമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കടലിലേക്ക് വീണിട്ടുണ്ടായിരുന്നു. ബ്രയാൻ ഒരു ചെറിയ സപ്ലൈ ബോക്സിൽ ഇങ്ങനെ പിടിച്ചു കിടന്നു. അതുകൊണ്ട് തന്നെ അവൻ വെള്ളത്തിൽ മുങ്ങിപ്പോയില്ല. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ഇവരെല്ലാവരും, ബാക്കി വന്ന സോൾജേഴ്സ് മൊത്തം കരയ്ക്കടിയുകയാണ്. ബ്രയാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെട്ടിയുടെ മുകളിൽ നിന്ന് കൈയെടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു കരയിൽ നിന്നും ഒരുപാട് സോംബികൾ ഇവരെ കണ്ടിട്ട് ഇപ്പോൾ കടലിലേക്ക് വരികയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇവന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പട്ടാളക്കാരനാണെന്നുണ്ടെങ്കിൽ അവനെ മൈൻഡ് പോലും ചെയ്യാതെ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് പോവുകയാണ്. അവൻ്റെ കയ്യിൽ വെപ്പൺസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ബ്രയാൻ ഒരു ഐഡിയ തോന്നുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സപ്ലൈ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ അവനൊരു കല്ല് ഉപയോഗിച്ചിട്ട് തല്ലി പൊട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്നും കുറച്ച് വെപ്പൺസും മറ്റുമൊക്കെ അവൻ എടുക്കുന്നു. അതിനുശേഷം ഈ ഒരു സോംബികളിൽ നിന്നും അകലേക്ക് അവൻ ഓടിപ്പോവുകയാണ്. ഈ സോംബികൾക്കൊരു പ്രത്യേകത ഉണ്ട്, വളരെ പതിയാണ് ഈ ഒരു സോംബികൾ സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അവന് കിട്ടി രക്ഷപ്പെടാനായിട്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഡാനിയലിനെയാണ്. അവൻ അവിടുത്തെ ഒരു ലോക്കൽ ആഫ്രിക്കൻ സോൾജറാണ്. ഭാര്യയും മകനെയും അന്വേഷിച്ചിട്ടാണ് നമ്മുടെ ഡാനിയൽ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഭാര്യ മരിച്ച കാര്യം അവന് മനസ്സിലായി. മകൻ ജീവനോട് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മുടെ ബ്രയാന് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. രണ്ട് നായകന്മാരും ഇപ്പോൾ അവരവരുടെ കുടുംബ ഫോട്ടോ മറ്റുമൊക്കെ നോക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ബ്രയാൻ ആണെന്നുണ്ടെങ്കിൽ ചോളപ്പാടത്തിലൂടെ പോകുമ്പോഴാണ് ഒരു സോംബി അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നത്. ഒരു വിധത്തിലാണ് അതിൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ ബ്രയാൻ രക്ഷപ്പെടുന്നത്. ബ്രയാൻ നല്ല രീതിയിൽ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും അതൊന്നും വകവയ്ക്കാതെ അവൻ വീണ്ടും യാത്ര തുടരുകയാണ്. ഇതേസമയം ഡാനിയൽ ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ മകനെ തേടി അവിടെ മൊത്തം അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ മകൻ ഈ ഒരു ആർമി ട്രക്കിൽ കയറി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മകൻ ജീവനോടെ ഉണ്ടെന്ന് ഇപ്പം നമ്മുടെ ഡാനിയലിന് മനസ്സിലായി. ഇനി എങ്ങനെയെങ്കിലും മകനെ കണ്ടെത്തണം എന്നുള്ള ചിന്ത മാത്രമാണ് അവൻ്റെ മനസ്സിലുള്ളത്. പരിക്കേറ്റ് കിടന്നിരുന്ന ഈ ഒരു മുത്തശ്ശിയും ഇപ്പോൾ സോംബിയായി മാറിയിരിക്കുന്നു. മനസ്സില്ലാ മനസ്സോടെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഡാനിയൽ ആ ഒരു മുത്തശ്ശിയെ വെടിവെച്ചിടുന്നു. ശേഷം അവൻ അവിടെ നിന്ന് നടന്നു പോകുന്നു. അപ്പോഴാണ് നമ്മുടെ ബ്രയാൻ ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്. അവിടെയായിട്ട് ഒരു ട്രക്ക് കിടക്കുന്നത് അവൻ കണ്ടു. എന്തൊക്കെയോ ആക്രമണങ്ങൾ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് അവന് മനസ്സിലായി. പുള്ളിക്കാരൻ അവിടെ മൊത്തം നോക്കുന്നുണ്ട്, സോംബികൾ ആരെങ്കിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന്. പക്ഷേ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ വണ്ടിയുടെ കണ്ടീഷൻ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് വർക്കാവുമെന്നും തോന്നുന്നില്ല. ഇനി ഒരു വഴിയുമില്ല, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ട് അവൻ അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. പക്ഷേ കുറച്ച് ദൂരം മുന്നോട്ടേക്ക് പോയപ്പോൾ അവിടെ മൊത്തം മരുഭൂമി പോലെ കിടക്കുകയാണ്. ഇനിയും നടന്നു പോകാനായിട്ടുള്ള എനർജിയും കാര്യങ്ങളൊന്നും ബ്രയാൻ ഉണ്ടായിരുന്നില്ല. അവൻ തിരികെ വന്നിട്ട് ഈ ഒരു ട്രക്ക് എങ്ങനെയെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കുകയാണ്. ഈ ട്രക്കിൽ ഫ്യൂവൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫ്യൂവൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരുപാട് സോംബികൾ വരുന്നത്. ഈ സോംബികൾ വളരെ പതുക്കെയാണ് വരുള്ളൂ. ആ ഒരു തക്കത്തിന് ബ്രയാൻ ആണെന്നുണ്ടെങ്കിൽ ഊരിക്കിടന്നിരുന്ന ആ ഒരു ടയറും കൂടി ഇപ്പോൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സോംബി ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ ഗണ്ണ് ഉപയോഗിച്ചിട്ട് ഈ ഒരു സോംബിയെ തീർത്ത് കളഞ്ഞു. ആ ഒരു ഗൺ ഷോട്ടിൻ്റെ ശബ്ദം കേട്ടിട്ട് അങ്ങോട്ടേക്ക് ഒരുപാട് സോംബികൾ ഇപ്പോൾ വരാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഈ ഒരു ടയർ ഫിറ്റ് ചെയ്ത് മാത്രം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഞെട്ടും ബോൾട്ടും ഒന്നും മുറുക്കിയിട്ടില്ല. അങ്ങനെ അത് മുറുക്കിയപ്പോഴത്തേക്കും ബാക്കിയുള്ള സോംബികളും ഇപ്പോൾ ഒരു വണ്ടിയുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. വണ്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബ്രയാൻ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടാക്കാനായിട്ട് നോക്കുകയാണ്. വണ്ടി സ്റ്റാർട്ടായി. എന്തോ ഭാഗ്യത്തിന് ഒന്നും നോക്കിയില്ല. ചോളപ്പാടത്തിലൂടെയൊക്കെയാണ് ഇപ്പോൾ ഈ വണ്ടിയും കൊണ്ട് അവൻ പോകുന്നത്. നമ്മുടെ ബ്രയാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് വെസ്റ്റ് ആഫ്രിക്കയിലാണ്. അവിടെ റോഡുകളോ മറ്റോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ പതുക്കെ മാത്രമേ അവന് പോകാനായിട്ട് പറ്റുള്ളൂ. ബ്രയാനെ കൂട്ടാതെ ഒരു ആർമി ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ, പുള്ളിക്കാരനും ഇപ്പോൾ ഒരു സോംബി മാറിയിട്ടുണ്ടായിരുന്നു. ബ്രയാൻ ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ മേത്തൂടെ അങ്ങോട്ട് വണ്ടി കയറ്റുന്നു. അതോടുകൂടിയിട്ട് പുള്ളിക്കാരൻ്റെ കഥ തീരുമാനമാവുകയാണ്. എന്നിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വെപ്പൺസും പിന്നെ അതുപോലെ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ അവൻ ശേഖരിക്കുന്നു. കാറിലിരുന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും സോംബികൾ അങ്ങോട്ടേക്ക് വരികയാണ്. എവിടെയും വണ്ടി നിർത്താൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അവിടുന്ന് എവിടുന്നെങ്കിലും ഒരു സോംബി വരും. പക്ഷേ ഇതുങ്ങൾ വരുന്നത് പതുക്കെയായിരുന്നു.
ഒരു കയറ്റം എത്തിയപ്പോൾ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. എന്ത് ചെയ്യും നോക്കിയേ, വണ്ടി റേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഈ സോംബികൾ ആ സൗണ്ട് കേട്ടിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ഒരു പിടുത്തം കിട്ടണില്ല. അവൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നുണ്ട്. എന്നിട്ട് കല്ലുകളും മറ്റൊക്കെ ഇട്ടിട്ട് ഈ ടയർ അതിൽ നിന്ന് കയറ്റാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രക്ഷയില്ല. അപ്പോഴേക്കും എല്ലാ സോംബികളും അങ്ങോട്ടേക്ക് വരികയാണ്. ഒന്ന് രണ്ടെണ്ണത്തിനെ ബ്രയാൻ തീർത്ത് കളഞ്ഞു. പക്ഷേ അപ്പോഴേക്കും ഈ സോംബികൾ അവൻ്റെ തൊട്ടടുത്തെത്തിയിരുന്നു. നമ്മുടെ ഡാനിയൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് അവനെ രക്ഷിക്കുകയാണ്. എന്നിട്ട് ഈ വണ്ടി ആ ഒരു കല്ലിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അവനെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഇവർ രണ്ടുപേരും പരിചയപ്പെടുകയാണ്. തൻ്റെ മകനെ അന്വേഷിച്ചിട്ടാണ് ഡാനിയൽ ഇറങ്ങിയതെന്ന് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ ബ്രയാൻ ആണെന്നുണ്ടെങ്കിൽ അവനെയും കൂടെ കൂട്ടുകയാണ്. ബ്രയാൻ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഡാനിയലിൻ്റെ അടുത്ത് പറഞ്ഞു. അതായത് ആ ഒരു പ്ലെയിൻ ക്രാഷ് നടക്കുകയും അതുപോലെ തന്നെ പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരികയും ചെയ്തതാണ്. ഞാനൊരു ആർമി എഞ്ചിനീയർ ആണെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഇവർ വണ്ടി നിർത്തിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും സോംബികൾ ഈ ഒരു വണ്ടിയുടെ അടുത്തേക്ക് വരികയാണ്. പെട്ടെന്ന് തന്നെ അവർ വീണ്ടും വണ്ടി എടുത്ത് പോവുകയാണ്. സത്യം പറഞ്ഞാൽ എവിടെയും ഇവർക്ക് വണ്ടി നിർത്താനായിട്ട് പറ്റില്ല. ഡാനിയൽ ഇപ്പോൾ ഒരു മിലിറ്ററി ക്യാമ്പിലേക്ക് പോകുന്ന കാര്യം നമ്മുടെ ബ്രയാൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എൻ്റെ മകൻ ചിലപ്പോൾ അവിടെ ഉണ്ടായിരിക്കും എന്നാണ് അവൻ പറയുന്നത്. നിങ്ങളും എൻ്റെ കൂടെ വരൂ, അവിടെ ചിലപ്പോൾ വലിയ വിമാനങ്ങളും മറ്റൊക്കെ ഉണ്ടാവും, നിങ്ങളുടെ നാട്ടിലേക്ക് പോകാനായിട്ട് ചിലപ്പോൾ കഴിയുമെന്നു ഡാനിയൽ പറയുന്നു. ഇതേ സമയം ഈ ആർമി ട്രക്ക് പോകുന്ന വഴിയിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ഞങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതിലൊരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സോംബി മാറാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അവരെ അപ്പം തന്നെ ഒരു സോൾജർ വെടിവെക്കുന്നുണ്ട്. അതിനുശേഷം അയാളും ഈ ഒരു വണ്ടിയിൽ കയറിയിട്ട് പോവുകയാണ്. ഈ ഒരു ആർമി ട്രക്കിൽ നമ്മുടെ ഡാനിയലിന്റെ മകനും ഉണ്ടായിരുന്നു. ഇതേ സമയം നമ്മുടെ ബ്രയാനും അതുപോലെ തന്നെ ഡാനിയലും ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ട് കുറച്ച് വീടുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരവിടെ മൊത്തം പരിശോധിക്കുകയാണ്. രണ്ടുപേരും രണ്ട് വഴിക്കായിട്ട് തിരിഞ്ഞിട്ട് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ഒരു വീട്ടിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് സോംബികൾ ഉണ്ടായിരുന്നു. അറിയാതെ ഇവർ രണ്ടുപേരും അതിൻ്റെ ജനലിലൂടെ തലയിട്ട് ഉള്ളിലേക്ക് നോക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പെട്ടെന്നായിരുന്നു ആ ഒരു സോംബികൾ ഇവരെ ആക്രമിക്കാനായിട്ട് വന്നത്. എന്തോ തലനാരിഴയ്ക്കാണ് ഇവരവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. ബ്രയാൻ അവിടെ നിന്നും കുറച്ച് മെഡിസിൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഡാനിയൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കോഴിയെ പിടിച്ചിട്ട് വണ്ടിയിലേക്ക് ഇടുന്നുണ്ട്. ഡാനിയൽ പറഞ്ഞതനുസരിച്ച് ഇപ്പൊ ഇവരൊരു ചെറിയ എയർപോർട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. അവിടെ പ്ലെയിനും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാന്നൊക്കെയാണ് ബ്രയാൻ പറഞ്ഞത്. അങ്ങനെ ഇവർ ഈ ഒരു ഗ്യാരേജിലേക്ക് ഇപ്പം എത്തിയിരിക്കുമ്പോൾ അവിടെ ഒരു പ്ലെയിനോ ഒരു മണ്ണാങ്കട്ടയും ഉണ്ടായിരുന്നില്ല. പകരം അവിടെ ഫ്യൂവലുള്ള കാര്യം നമ്മുടെ ഡാനിയലിന് മനസ്സിലായി. അവനൊരു ഡ്രം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ബ്രയാൻ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ കാണുന്നുണ്ട്. പക്ഷേ അതാണെന്നുണ്ടെങ്കിൽ ആകെ തകർന്ന് തരിപ്പണമായിട്ടുണ്ടായിരുന്നു. അത് ശരിയാക്കാനായിട്ട് പോലും ഇനി പറ്റില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് പോയി നോക്കിയിട്ടുള്ള നമ്മുടെ ബ്രയാൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് പറ്റിയില്ല. അവിടുത്തെ ഒരു ഓഫീസ് റൂമിൽ നിന്ന് ഒരു റേഡിയോ വയർലെസ് സെറ്റ് അവന് കിട്ടി. അതിൽ ഒരുപാട് ശബ്ദ സന്ദേശങ്ങളും മറ്റൊക്കെ അവൻ അയക്കുന്നുണ്ട്. പക്ഷേ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ ആ ഒരു പ്രതീക്ഷയും നശിച്ചിരിക്കുമ്പോഴാണ് ഡാനിയൽ നമ്മുടെ ബ്രയാൻ്റെ അടുത്ത് ഒരു കാര്യം പറയുന്നത്. ഞാൻ എന്തായാലും എൻ്റെ മകനെ തേടിയിട്ട് ആ ഒരു മിലിറ്ററി ക്യാമ്പിലേക്ക് പോവുകയാണ്. അവിടെ എന്തായാലും വലിയ വിമാനങ്ങളും മറ്റൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങളുടെ നാട്ടിലേക്ക് പൊക്കൂടെ? അങ്ങനെ ആ ഒരു മിലിറ്ററി ക്യാമ്പിലേക്ക് ഇവർ ഒരുമിച്ച് പോകാനായിട്ട് തീരുമാനിച്ചു. ആ വലിയ ഡ്രമ്മിൽ നിറച്ച ഫ്യൂവലുമായിട്ട് ഇവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കാറിൻ്റെ അടുത്തേക്ക്. പക്ഷേ അപ്പോഴേക്കും രാത്രിയായിട്ടുണ്ടായിരുന്നു. ഒരുപാട് സോംബികൾ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്രയാൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാറിലേക്ക് ഫ്യൂവലും മറ്റൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇരുട്ടിൻ്റെ മറവിലൂടെ ആ ഒരു സോംബികൾ ഇവരെ തേടി വരികയാണ്. നമ്മുടെ ഡാനിയൽ ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വാൾ ഉപയോഗിച്ചിട്ട് മിക്ക സോംബികളെയും തീർക്കുന്നുണ്ട്. ഇവൻ്റെ തൊട്ടടുത്ത്, അതായത് നമ്മുടെ ബ്രാൻഡ് തൊട്ടടുത്തേക്ക് ഒരു സോംബി അപ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു. അതിനെയും തീർത്തുകൊണ്ട് ഇവരങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷീണിതനായിട്ടുണ്ടായിരുന്ന നമ്മുടെ ബ്രയാന് അപ്പോൾ ഉറക്കം വരുന്നുണ്ട്. ഞാൻ കാർ ഓടിക്കണോ എന്ന് ഡാനിയൽ ചോദിക്കുന്നുണ്ടായിരുന്നു. വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി ഒരു സോംബിയെ ഇടിക്കുന്നുണ്ട്. അതോട് കൂടിയിട്ട് ഡാനിയൽ ഡ്രൈവ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ബ്രയാൻ ആ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറിയിരിക്കുന്നു. അതിനുശേഷം രാത്രി മൊത്തം ഡ്രൈവ് ചെയ്തത് നമ്മുടെ ഡാനിയലായിരുന്നു. രാവിലെ ആയപ്പോഴത്തേക്കും ഒരു ഗ്രാമത്തിലേക്ക് ഇപ്പോൾ അവർ എത്തിയിട്ടുണ്ട്. അവിടെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആഫ്രിക്കൻ പട്ടാളക്കാരുണ്ടായിരുന്നു. അവിടുത്തെ മെയിൻ ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഇവരുടെ അടുത്ത് കാര്യങ്ങൾ തിരക്കി. എല്ലാ കാര്യങ്ങളും ഇവർ തുറന്നു പറഞ്ഞു. അങ്ങനെ ഇവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നൽകാമെന്ന് ഈ ഒരു ഉദ്യോഗസ്ഥൻ ഉറപ്പ് കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഗ്രാമത്തിലുള്ള ആരെയും തന്നെ റെസ്ക്യൂ ടീം വന്നിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടില്ല. അതിനൊരു കാരണവുമുണ്ട്. ഇവിടെ താമസിക്കുന്നവർക്ക് ഈ ഒരു മണ്ണ് വിട്ടിട്ടുള്ള ഒരു കളിയുമില്ല. അതായത് അവർക്ക് അത്രയും അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത്. അത് വിട്ട് അവരെങ്ങോട്ടും പോകുന്നില്ല എന്നാണ് പറയുന്നത്. എന്തിന് ഈ പറയുന്ന ഞാനും ഇവിടെ നിന്ന് എങ്ങോട്ടും പോവില്ല എന്ന് ഈ ഒരു പട്ടാളത്തിന്റെ നേതാവും പറയുകയാണ്. ഡാനിയൽ അപ്പോൾ ഈ നേതാവിൻ്റെ അടുത്ത് തൻ്റെ മകന്റെ കാര്യം പറയുകയുണ്ടായി. അപ്പോൾ ഈ നേതാവ് പറഞ്ഞു, എനിക്ക് അവിടുത്തെ ആളുകളെ നല്ല പരിചയമുണ്ട്, ആ ഒരു സ്ഥലം നല്ല പരിചയമുണ്ട്, അവൻ അവിടെ എന്തായാലും സേഫ് ആയിരിക്കും, നിങ്ങൾ ധൈര്യമായിരിക്കൂ എന്ന് പറഞ്ഞ് ഈ ഒരു നേതാവ് ഡാനിയലിനെ സമാധാനിപ്പിക്കുകയാണ്. ഇതേ സമയം ഇവരെല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ബ്രയാന് എന്ത് ചെയ്തിട്ടും ഉറക്കം വരുന്നേയില്ല. അവന് നല്ല രീതിയിലുള്ള പനിയും മറ്റൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷം അതിരാവിലെ തന്നെ ഇവർ യാത്ര തുടരാനായിട്ട് തീരുമാനിക്കുകയാണ്. അന്ന് രാത്രി നമ്മുടെ ബ്രയാൻ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു.
അവൻ വീട്ടിലേക്ക് പോകുന്നതും അവൻ്റെ ഭാര്യയെയും മകളെയും കെട്ടിപ്പിടിക്കുന്നതും എല്ലാം അവനിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ എല്ലാം മാറി മറിയുന്നു, ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നു. പിന്നീട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവൻ്റെ കൺമുമ്പിലായിട്ട് നമ്മുടെ ഡാനിയൽ ഉണ്ടായിരുന്നു. അന്ന് രാത്രി നമ്മുടെ ബ്രയാൻ ഉണ്ടായിരുന്ന പനിയും കാര്യങ്ങളൊക്കെ പമ്പ കടന്നിട്ടുണ്ട്. രാവിലെ കാർ ഡ്രൈവ് ചെയ്തിരുന്നത് നമ്മുടെ ഡാനിയലായിരുന്നു. അവൻ വളരെ ഫാസ്റ്റായിട്ടാണ് ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പകുതി ദൂരം എത്തിയപ്പോഴേക്കും വണ്ടിയിൽ നിന്ന് പുകയും മറ്റൊക്കെ വരാനായിട്ട് തുടങ്ങി. റേഡിയേറ്ററിൽ വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന മിച്ചം വന്ന ആ ഒരു വെള്ളം ഇപ്പോൾ റേഡിയേറ്ററിലേക്ക് ഒഴിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്, നമുക്ക് തുള്ളി വെള്ളം പോലും കിട്ടുന്നത് യാതൊരു ഉറപ്പില്ല, അതുകൊണ്ട് ഞാൻ വെള്ളം തരില്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പം തന്നെ തൊട്ടടുത്തായിട്ട് ഒരുപാട് സോംബികൾ ഈ ഒരു വണ്ടിക്ക് നേരെ വരുന്നുണ്ട്. നമ്മുടെ ഡാനിയലാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം ഇപ്പം നമ്മുടെ ബ്രയാന് കൊടുക്കുന്നു. ബ്രയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റേഡിയേറ്ററിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും കയ്യിലുണ്ടായിരുന്ന മിച്ചം വന്ന മുഴുവൻ വെള്ളം ആ ഒരു റേഡിയേറ്ററിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇവർ കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്നും പോവുകയാണ്. അപ്പോഴേക്കും ഈ ഒരു സോംബികളാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ദൂരം പിന്നെയും മുന്നോട്ട് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ ദാഹിക്കാനായിട്ട് തുടങ്ങി. ഇവരുടെ ഭാഗ്യമെന്ന് പറയട്ടെ, അവിടെയായിട്ട് ഒരു പൈപ്പ് ഇപ്പോൾ കാണുന്നുണ്ട്. അതിൽ വെള്ളം ഉണ്ടായിരിക്കുമോ എന്ന് തന്നെ ഇവരിപ്പോൾ കാറിൽ നിന്ന് ചർച്ച തുടങ്ങിയിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് അതിൽ വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് വെള്ളം വരുമ്പോൾ തന്നെ ഇവർക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ബ്രയാൻ ഒരു കുപ്പിയിൽ അത് മൊത്തം നിറയ്ക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. അപ്പോഴേക്കും ഒരുപാട് സോംബികൾ ഈ കാറിനടുത്തേക്ക് വരികയാണ്. വീണ്ടും അവരവിടെ നിന്നും യാത്ര തുടർന്നു. അങ്ങനെ ദേ ഇപ്പോൾ രാത്രിയായിട്ടുണ്ട്. ഇവർ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സോംബി ഇടിക്കുന്നുണ്ട്. അതോടുകൂടിയിട്ട് ഈ ഒരു വണ്ടിയുടെ കൺട്രോൾ തെറ്റിയിട്ട് ഒരു പൊന്തക്കാട്ടിലേക്ക് ഈ ഒരു വണ്ടി ഇടിച്ചു നിൽക്കുകയാണ്. വണ്ടി മൊത്തത്തിൽ ഇപ്പോൾ ഓഫായിട്ടുണ്ട്. ഡാനിയൽ അപ്പം തന്നെ പറയുന്നുണ്ട് ലൈറ്റ് ഓണാക്ക്. അപ്പോൾ ബ്രയാൻ പറയുന്നുണ്ട് വേണ്ട, അത് ഈ സോംബികളെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാവുന്നു. പക്ഷേ ഡാനിയലിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ലൈറ്റ് ഓണാക്കിയപ്പോൾ എല്ലാ സോംബികളും വന്നിട്ട് ഇവരെ ആക്രമിക്കുകയാണ്. അതിനെല്ലാം തീർത്തിട്ട് ഇവരവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ക്യാമ്പ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അവിടെ മൊത്തം ഒരു ചരട് കെട്ടിയിട്ട് അതിലൊരു പാട്ടയും തൂക്കിയിട്ടു, ഏതെങ്കിലും സോംബികൾ അങ്ങോട്ടേക്ക് വന്നാൽ അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവർക്ക് വിശന്നപ്പോൾ ഇവർ പിടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോഴി ഉണ്ടായിരുന്നല്ലോ, അതിനിപ്പോൾ ചുട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ അന്ന് രാത്രി സംസാരിച്ചു. മിക്ക കാര്യങ്ങളും അവരുടെ ഫാമിലിയെ പറ്റിയിട്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കിടന്നുറങ്ങുമ്പോൾ സോംബികൾ അങ്ങോട്ടേക്ക് വരികയാണ്. ഈ ഒരു സൗണ്ട് കേട്ടിട്ടും ഇവർക്ക് പെട്ടെന്ന് എണീക്കാനായിട്ട് പറ്റിയില്ല. നിർഭാഗ്യവശാൽ നമ്മുടെ ഡാനിയലിന് കടിയേൽക്കുകയാണ്. അങ്ങനെ അന്ന് രാവിലെ അവനെയും തോളിലേറ്റിയിട്ട് ഇപ്പം നമ്മുടെ ബ്രയാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരു മരച്ചുവട്ടിലായിട്ട് നമ്മുടെ ഡാനിയലിനെ ഇരുത്തി. ബ്രയാന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഈ ഒരു കാര്യം. അവൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. തന്നെ കൊന്നിട്ട് പോകുമെന്ന് നമ്മുടെ ഡാനിയൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അവൻ അതിന് സാധിച്ചില്ല. വീണ്ടും മുന്നോട്ടേക്ക് പോയപ്പോൾ അവിടെയും ഒരുപാട് സോംബികളുണ്ടായിരുന്നു. എല്ലാ പ്രതീക്ഷയും തെറ്റിയിട്ടാണ് ഇപ്പം നമ്മുടെ ബ്രയാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ സോംബികളൊക്കെ പോയതിനു ശേഷം വീണ്ടും അവിടെ നിന്നും അവൻ നടക്കാനായിട്ട് ആരംഭിച്ചു. അപ്പോഴാണ് ഒരു കൈക്കുഞ്ഞുമായിട്ട് ഒരു സ്ത്രീ അവന് നേരെ ഓടി വരുന്നത്. എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ ഇവിടെ നിന്ന് രക്ഷിച്ച് കൊണ്ടുപോകൂ എന്ന് പറയുകയാണ്. നിങ്ങളും വരൂ എന്ന് ബ്രയാൻ പറയുന്നുണ്ടെങ്കിലും ആ സ്ത്രീ മറ്റൊരു കാര്യം പറഞ്ഞു, എന്നെ സോംബി കടിച്ചിട്ടുണ്ട്, എന്നെ എത്രയും പെട്ടെന്ന് വെടിവെക്കൂ, അല്ലെന്നുണ്ടെങ്കിൽ ആ സോംബികൾ എന്നെ വലിച്ചു കീറും എന്ന് പറയുന്നതോട് കൂടിയിട്ട് ബ്രയാന് മറ്റൊരു വഴിയുമില്ലാത്തത് കൊണ്ട് അവൻ ആ സ്ത്രീയെ ഷൂട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു കൈക്കുഞ്ഞിനെയും വഹിച്ചുകൊണ്ടാണ് നമ്മുടെ ബ്രയാൻ അവിടെ നിന്നും യാത്ര തിരിക്കുന്നത്. അപ്പോഴാണ് ഒരു സർവൈവേഴ്സിന്റെ ട്രക്ക് വരുന്നത്. അങ്ങനെ ഈ ഒരു കുഞ്ഞിനെ അവരെ ഏൽപ്പിക്കുകയാണ് നമ്മുടെ ബ്രയാൻ ചെയ്തത്. അവൻ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടർന്നു. ക്ഷീണിതനായിട്ടുള്ള ബ്രയാൻ ഒരു മരച്ചുവട്ടിൽ ഇരിക്കുകയാണ്. ഇതുവരെ അവനൊരു ഷെൽട്ടർ കണ്ടെത്താനായിട്ടില്ല. അങ്ങനെ ബ്രയാൻ രാത്രിയായപ്പോൾ ആ ഒരു മരത്തിന് മുകളിൽ കയറിയിട്ട് കിടക്കുകയാണ്. ഉറക്കം വന്നപ്പോൾ അറിയാതെ കൈ തട്ടിയിട്ട് ആ ഒരു തോക്കടന്നുണ്ടെങ്കിൽ ഇപ്പോൾ മരച്ചുവട്ടിലേക്ക് വീഴുന്നുണ്ട്. അവനത് എടുക്കാനായിട്ട് നോക്കുമ്പോൾ താഴെ മൊത്തം സോംബികളാണ്. അങ്ങനെ രാവിലെ എടുക്കാമെന്ന് അവൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ കിടന്നുറങ്ങി ഒരു വിധത്തിൽ അതിൻ്റെ മുകളിൽ. ശേഷം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ തോക്ക് അവിടെ തന്നെ കിടപ്പുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും നടന്നു. ഈ ഒരു ആർമി ക്യാമ്പിലേക്ക് പോകുന്ന ആ ഒരു വഴിയിലുണ്ടായിരുന്ന വലിയ വലിയ കല്ലുകളുണ്ട്. അതൊക്കെ താണ്ടി പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് പിടിച്ചുള്ള പരിപാടിയാണെന്ന് നേരത്തെ തന്നെ ഡാനിയൽ ബ്രയാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് അവൻ എത്തിയിട്ടുള്ളത്. കാരണം ഇവിടെ എവിടെയെങ്കിലും സോംബികൾ ഉണ്ടോയെന്ന് തന്നെ തിരിച്ചറിയാനായിട്ട് ഭയങ്കര പാടാണ്. പെട്ടെന്നാണ് 4 പാട് നിന്നും ഒരുപാട് സോംബികൾ നമ്മുടെ ബ്രയാനെ ലക്ഷ്യമാക്കിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവൻ അവിടെ നിന്ന് ഓടിപ്പോയിട്ട് ഒരു വലിയ കല്ലിൻ്റെ മുകളിലേക്ക് പാഞ്ഞ് കയറുന്നുണ്ട്. താഴെയാണെന്നുണ്ടെങ്കിൽ സോംബികൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ അതിൻ്റെ മണ്ടയിലോട്ട് വലിഞ്ഞു കയറിയിട്ട് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാൻ നോക്കുമ്പോൾ അതിലാണെന്നുണ്ടെങ്കിൽ തുള്ളി വെള്ളമില്ല. പിന്നെയും മുന്നോട്ട് നടന്നപ്പോൾ ഒരു വലിയ മരുഭൂമിയിലേക്ക് ഇവനിപ്പോൾ എത്തിയിട്ടുണ്ട്. ഒരു സോംബി ആണെന്നുണ്ടെങ്കിൽ
ഒരു കറുത്ത തരത്തിലുള്ള, അതായത് ഈ ഒരു മരുഭൂമിയിലൊക്കെ ധരിക്കുന്ന തരത്തിലുള്ള ഫുള്ള് മൂടിക്കെട്ടിയിട്ടുള്ള വസ്ത്രം ധരിച്ച് പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ബ്രയാൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സോംബി അങ്ങോട്ട് തീർത്തിട്ട് അവൻ ഈ ഒരു വസ്ത്രം ധരിച്ചതിന് ശേഷം ഈ ഒരു ക്യാമ്പിലേക്ക് പോവുകയാണ്. പക്ഷേ ക്യാമ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവൻ കുഴഞ്ഞു വീഴുകയാണ്. കണ്ണ് തുറന്നു നോക്കുമ്പോൾ തൊട്ട് മുമ്പിലായിട്ട് ക്യാമ്പ് അവൻ കാണുന്നു. അതോടുകൂടി അവന് വീണ്ടും പ്രതീക്ഷ വരികയാണ്. പക്ഷേ ഈ ഒരു ക്യാമ്പിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ മൊത്തം സൂംബികളാണ്. ഇതുങ്ങളെയൊക്കെ തരണം ചെയ്തിട്ട് വേണം നമ്മുടെ നായകനായിട്ടുള്ള ബ്രയാൻ അങ്ങോട്ടേക്ക് കയറാനായിട്ട്. പറഞ്ഞതുപോലെ സംഭവിച്ചു. അവൻ ഒരു വിധത്തിൽ ഈ ഒരു ക്യാമ്പിൻ്റെ മതിൽ ചാടിക്കടന്ന് ഇപ്പോൾ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. എല്ലാവരും അതിശയത്തോട് കൂടിയിട്ട് അവനെ തന്നെ നോക്കുകയാണ്. ആ ക്യാമ്പ് നടത്തുന്ന ഒരു മേലധികാരി അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് എല്ലാ കാര്യങ്ങളും തിരക്കി. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന കാര്യം, നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും റേഡിയോ വയർലെസ് സെറ്റോ വിമാനമോ മറ്റോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആകപ്പാടി ഉണ്ടായിരുന്ന ആ ഒരു റേഡിയോ വയർലെസ് സെറ്റാണെന്നുണ്ടെങ്കിൽ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശരിയാക്കിയതിന് ശേഷം നമ്മുടെ ബ്രയാനാണെന്നുണ്ടെങ്കിൽ റേഡിയോ സന്ദേശങ്ങളൊക്കെ കൈമാറാനായിട്ട് ശ്രമിക്കുന്നു. അവൻ്റെ കൂട്ടുകാരനും കൊളീഗുമായിട്ടുള്ള ഒരു ഫ്രാങ്കിനെ അവന് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പക്ഷേ അവിടെയും മൊത്തം പ്രശ്നങ്ങളാണെന്നും എല്ലാവരും സൂംബികളായി മാറിയിട്ടുണ്ടെന്നും ആരും ഹെൽപ്പിനായിട്ട് ഇനി വരുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട എന്നുമാണ് അവൻ പറയുന്നത്. അതോടുകൂടിയിട്ട് എല്ലാ പ്രതീക്ഷകളും ഇപ്പം തെറ്റിയിരിക്കുകയാണ്. പെട്ടെന്നാണ് ഇപ്പം നമ്മുടെ ബ്രയാൻ നിൽക്കുന്ന ആ ഒരു ക്യാമ്പിൻ്റെ മതിലുകളൊക്കെ തകർത്തുകൊണ്ട് ഈ സൂംബികൾ ഈ ഒരു ക്യാമ്പിൻ്റെ ഉള്ളിലേക്കും കയറുന്നത്. അതോടുകൂടി എല്ലാം നശിച്ചു എന്ന് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ ബ്രയാനാണെന്നുണ്ടെങ്കിൽ ഡാനിയൽ അവന് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഹോപ്പിൻ്റെ ചിഹ്നമുള്ള ആ ഒരു മാലയും പിടിച്ചിട്ട് ഒരു തൂണിൽ ചാരി നിൽക്കുമ്പോഴാണ് നമ്മുടെ ഡാനിയലിൻ്റെ മകൻ അങ്ങോട്ടേക്ക് വരുന്നത്. അതോടുകൂടിയിട്ട് നമ്മുടെ ബ്രയാനാണെന്നുണ്ടെങ്കിൽ പുതിയ ഒരു ഹോപ്പും കൂടി കിട്ടുകയാണ്. അതായത് പുതിയൊരു പ്രതീക്ഷ ഉണ്ടാവുകയാണ്. ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ദയവായിട്ട് ക്ഷമിച്ചേക്കുക. നിങ്ങളുടെ സജഷൻസും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സോംബി വൈറസ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും സർവൈവ് ചെയ്യാനായിട്ട് പോകുന്നുള്ള കാര്യം ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ സെക്കൻഡറി ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പരിഗണിച്ചേക്കാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ.